ഇപ്പോൾ കോൺഗ്രസ് നേതാവ് VT ബൽറാം 24-നൊപ്പം ചേരുകയാണ്. ശ്രീ VT ബൽറാം, 24 പുറത്തുവിടുന്ന ഈ വെളിപ്പെടുത്തലുകൾ 24 മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ ഒരു ചാനൽ ഉടമ ബാർക്ക് ഏജൻസിയിലെ ജീവനക്കാരനായ പ്രേംനാഥുമായി ചേർന്ന് എങ്ങനെയാണ് ടെലിവിഷൻ റേറ്റിംഗ് അട്ടിമറിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകാർ ഇങ്ങനെ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത് അത് നേരിൻ്റെ, നന്മയുടെ, സത്യസന്ധതയൊക്കെയുള്ള അങ്ങനെ മാധ്യമപ്രവർത്തനം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന താങ്കളെപ്പോലുള്ളവർ എങ്ങനെയാണ് ഈ തട്ടിപ്പിനെ കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി സുതാര്യതയും സത്യസന്ധതയും മര്യാദയും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് പൊതുവിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചർച്ചാ വിഷയമാക്കി ഉയർത്തുക എന്നുള്ള ഒരു വലിയ ധർമ്മം ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ സങ്കല്പങ്ങളെ തകിടം മറിച്ചുകൊണ്ട് മാധ്യമ രംഗം പൊതുവെ സെൻസേഷണലിസത്തിന്റെ പുറകെ പോകുന്നു, നെഗറ്റിവിറ്റിയുടെ പുറകെ പോകുന്നു, മനഃപൂർവ്വം ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഭരിക്കുന്ന സർക്കാരുകളുടെ ജനവിരുദ്ധ ചെയ്തികളെ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ ചെയ്യാനോ അതിന്റെ ജനവിരുദ്ധതയെ തുറന്നു കാട്ടാനോ തയ്യാറാകാതെ ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരാകുന്നു. ഇത് ദേശീയ തലത്തിലും ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മലയാള മാധ്യമങ്ങളെ കുറിച്ചും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഞങ്ങൾക്കൊക്കെയുള്ള ഒരു വിമർശനമാണ്. അതിനപ്പുറം കടന്ന് മാധ്യമ ധാർമ്മികതയുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന തരത്തിൽ തട്ടിപ്പുകൾ വരെ ഇക്കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് റേറ്റിംഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ബാർക്ക് റേറ്റിംഗിനെ സ്വാധീനിക്കാൻ വേണ്ടി കോടികൾ കോഴ കൊടുത്തു എന്ന് ഇപ്പൊ നിങ്ങൾ 24 ന്യൂസ് പുറത്തുവിടുന്ന വാർത്ത. ആരാണത് ചെയ്തത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വാർത്തയിൽ അത് പുറത്തുവിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ നമ്മുടെ മാധ്യമ രംഗത്ത് കുറെ തട്ടിപ്പുകാർ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് പല മേഖലകളിലും ജനങ്ങളെ വഞ്ചിച്ച ആളുകൾ, വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയ ആളുകൾ, അതോടൊപ്പം നിരന്തരം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിനെ അടക്കം വരുതിയിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വക്താക്കളായി രംഗത്ത് വരുന്ന ആളുകൾ, അവർ നടത്താത്ത തട്ടിപ്പുകൾ ഏത് മേഖലയിലാണ് എന്ന് മാത്രമാണ് അത്ഭുതമുള്ളത്. അവർക്ക് കൈവച്ച മേഖലകളിലൊക്കെ തട്ടിപ്പും ക്രിമിനൽ കുറ്റങ്ങളും ഒക്കെയാണ് അവർക്ക് മേൽ ആരോപിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള പലരും ഈ പറയുന്ന കാര്യത്തിൽ കൂടി തട്ടിപ്പ് നടത്താൻ വേണ്ടി തയ്യാറായി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് അതേ പ്രതീക്ഷിക്കാൻ നമുക്ക് പാടുള്ളൂ. അപ്പൊ ഏതായാലും ശരി, ഈ ബാർക്ക് റേറ്റിംഗിന്റെ ആധികാരികതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചും ഇപ്പൊ 24 ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്നു. നേരത്തെ മീഡിയ വൺ ആ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ബാർക്ക് റേറ്റിംഗ് തങ്ങൾ പുറത്തു വരികയാണ് എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം, ഇതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും വിശ്വാസ്യത തകർത്തിയാണ്, ഒരു ക്രെഡിബിലിറ്റി ലോസ് ആണ് ഇപ്പൊ നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ വിശ്വാസ്യത തകരുമ്പോൾ ഈ ബാർക്ക് ഏജൻസിയും വിശ്വാസ്യതയില്ലാത്ത ഒന്നായി മാറുന്നു എന്നുള്ളതാണ് കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മലയാളം എന്ന് പറയുന്നത് ഒരു ചെറിയ മാർക്കറ്റാണ് മാധ്യമങ്ങളെ സംബന്ധിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ പരസ്യ വരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമാണ് മറ്റ് ഇന്ത്യൻ മറ്റ് ചാനലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ നിലയിൽ ചുരുങ്ങിയ ഒരു പരസ്യ ബജറ്റ് മാത്രമുള്ള ആ ഒരു മേഖല അത് ഇത്തരം തട്ടിപ്പിലൂടെ അത് കവർന്നെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി അവർ കോഴ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്, വലിയൊരു സാമ്പത്തിക തട്ടിപ്പായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഈ ഒരു വഞ്ചനയ്ക്കെതിരെ വഞ്ചനാക്കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി കേസെടുത്ത് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. VT, ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം എങ്ങനെ വേണം, അതിലെ അനഭിലഷണീയമായ പ്രവണതകൾ തിരുത്തപ്പെടുകയും ഒരു സ്വയം വിമർശനപരമായ അതിലെ കറക്ഷന് വേണ്ടി ശ്രമിക്കുകയും ഒക്കെ വേണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ യോജിപ്പാണ്. അതേസമയം തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സാമ്പത്തിക ക്രമക്കേട്, തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ പുറത്തു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആശ്രയിക്കാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരായി മാധ്യമങ്ങളിൽ ചിലർ മാറുന്നതിന്റെ ദുരവസ്ഥ നമ്മൾ നേരിടുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുക പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണ്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമോ? അല്ല, നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തന്നെ വാർത്തയിൽ പറയാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ധൈര്യപൂർവ്വം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം പലപ്പോഴും നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്നുള്ള ഈ പറഞ്ഞ പ്രവണത ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ചില പ്രമുഖർ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അതിൽ ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. അതായത് ഈ കാര്യത്തിൽ ആളാരാണെന്നും സ്ഥാപനം ഏതാണെന്നും പറയാനുള്ള അധൈര്യമല്ല ഞങ്ങളുടെ പ്രശ്നം. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നിയമപരമായ ഒരു നടപടിക്രമം നടക്കുന്നത് കൊണ്ടാണ് ആ പേര് വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാതെ നിൽക്കുന്നത്. അതിലൊരു അധൈര്യത്തിന്റെ പ്രശ്നമേ ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ ആ വാർത്തകൾ വസ്തുതകൾ സഹിതം പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനിവിടെ പറഞ്ഞത്, ഈ പറഞ്ഞ ചില മാധ്യമങ്ങൾ ഈ തീർത്തും അനഭിലഷണീയമായി ചില ആളുകളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നു. പലരിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളെയൊക്കെ ആക്രമിക്കുന്ന, അതൊരു രാഷ്ട്രീയ വിമർശനത്തിന്റെ രൂപത്തിലല്ല, മറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ പണം പറ്റിക്കൊണ്ട് ഒരു PR വർക്കിന്റെ ഭാഗമായി ഞങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന, ഞങ്ങളെ അങ്ങേയറ്റം തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു വെഞ്ചൻസോടുകൂടി ഞങ്ങളെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണോ അത് എന്നുള്ളത് പുതിയ വാർത്തകൾ നിങ്ങൾ പുറത്തു വിടുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ചില മാധ്യമങ്ങൾക്കെതിരെ, ചില മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കേണ്ട സമയത്ത് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മാധ്യമ രംഗം യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില മുതലാളിമാര് അല്ലെങ്കിൽ മറ്റു തരത്തിൽ എല്ലായിടത്തും ഫ്രോഡ് പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെ നമ്പർ 1 ഫ്രോഡുകൾ വിഹരിക്കുന്ന ഒരു മേഖലയായി മാധ്യമ പ്രവർത്തന രംഗം മാറരുത്. അവർക്ക് വേണമെങ്കിൽ ചാനലുകളുടെയൊക്കെ ഓണർഷിപ്പ് ആവാം. പക്ഷെ അവർ സ്വയം കോട്ടിട്ട് വൈകുന്നേരം വന്ന് മാധ്യമ പ്രവർത്തകരായി കൂടി അവതരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെ, ജേർണലിസം ബിരുദവും ആ നിലയിലുള്ള എക്സ്പീരിയൻസും ഉള്ള യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതയിലേക്ക് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ കാലാകാലം എടുത്തിട്ടുണ്ട്. അത് നാളുകളിലും തുടരും. ശരി, ഏതായാലും ആ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ശ്രീ VT ബൽറാം, വളരെയധികം നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മാധ്യമ മേഖലയിൽ ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. ആ ശുദ്ധീകരണം അതിന്റെ സ്വാഭാവികമായ നടപടികളായി സമൂഹത്തിന് ഇടപെടലുകളിലൂടെ നടക്കുമെന്നതിന് നമുക്കും പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ VT ബൽറാം താങ്കളുടെ പ്രതികരണത്തിൽ. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വാർത്തയിലേക്കും വരും. എന്തുകൊണ്ടാണ് ഈ വാർത്തയിൽ തന്നെ 24 നിലയുറപ്പിക്കുന്നതെന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരം തട്ടിപ്പുകാർ മാധ്യമരംഗത്തേക്ക് കടന്നുവന്ന് വളഞ്ഞ വഴിയിലൂടെ തട്ടിപ്പ് നടത്തുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും ആ വാർത്തയിൽ തന്നെ 24 ഉറച്ചു നിൽക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.